നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ? പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറേ നാളുകളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പം നിങ്ങളൊന്നും എന്നെ മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഈ ബിരിയാണിയിലേക്ക് പോയാലോ? അപ്പം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ചതച്ചിട്ട് കൊടുത്തു. അതായത് സവാള, തക്കാളി, പച്ചമുളക്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഒരുമിച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെക്കാം. എന്നാൽ പെട്ടെന്ന് ഇത് നമ്മുടെ ഈ കുഴഞ്ഞു വരില്ലേ, ആ ഒരു രീതിയിലായി കിട്ടും. അപ്പം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം, സോറി കേട്ടോ, ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പം നമുക്കൊരു ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾ തുറന്ന് കഴിയുമ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഗരം മസാല പൊടിയും മാത്രമേ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തിട്ടൊരു അതിൻ്റെ റോ മണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് തൈര്. കറക്റ്റ് ഞാനിവിടെ ഒരു 3 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തൈരും കൂടെ ചേർത്തിട്ട് അധികം പുളി പാടില്ല കേട്ടോ തൈരിന്. ഇളക്കിയെടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 4 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വരയിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഏറ്റവും ലോ വെച്ച് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ആ മുട്ടയുടെ ആ മസാലയുടെ ഒക്കെ ഒന്ന് പൊതിഞ്ഞ് വരട്ടെ. അടച്ച് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഇച്ചിരി പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് കലക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ടയൊന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് എടുത്ത് മാറ്റിയത്. എന്നിട്ട് നെയ്ച്ചോറ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് വെക്കുക. എന്നിട്ട് മുട്ട അതിൻ്റെ മുകളിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കൂലേ, അതുപോലെ ചെയ്യും. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.